ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് കസ്റ്റേർഡ് പുഡിംഗ് ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. നല്ല സോഫ്റ്റായിട്ട് വായിൽ അലിഞ്ഞു പോവും. അതിനായിട്ട് ഞാൻ 2 ടെൻഡർ കോക്കനട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ അത് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിക്കണത്. അപ്പോൾ അത് എന്നാലാണ് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടുള്ളൂ. ടെൻഡർ കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ ആട്ടോ അത് മിക്സ് ചെയ്തേക്കണത്. അതിൻ്റെ കൂടെ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഞാൻ കസ്റ്റേർഡും കോൺഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചേക്കണത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ടെൻഡർ കോക്കനട്ട് നമ്മൾ ക്രഷ് ചെയ്ത് അരച്ച് വെച്ചേക്കണല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോരുത്തർ മധുരം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് അതായത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ കുറച്ച് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത പുഡിങ്ങാണ് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി പുഡിങ് ടെൻഡർ കോക്കനട്ട് കസ്റ്റേർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.